പ്രിയപ്പെട്ടവരെ, കാവ്യാരാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാവ്യാരാമത്തിൽ ദുഃഖത്തിന്റെ കതിരുകൾ എന്ന നോവലിന്റെ 2ാം ഭാഗം കേൾക്കാം. നോവൽ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീമതി സൂസൻ പാലാത്ര. ഈ കഥ അവതരിപ്പിക്കുന്നത് വിജയലക്ഷ്മി നാരായണൻ. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമന്റും ഷെയറും തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചോട്ടെ. ദുഃഖത്തിന്റെ കതിരുകൾ, അധ്യായം 2. രമയ്ക്ക് 3 പെൺമക്കളാണ്. മൂത്തവൾ വിദ്യയ്ക്ക് 17 വയസ്സ്. അവൾക്ക് 11 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചത്. 10ാം തരം ഡിസ്റ്റിങ്ഷനോടെ പാസ്സായെങ്കിലും തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യവും ഭാഗ്യവുമില്ലാത്ത ഒരു സാധാരണ പെൺകുട്ടിയാണ് അവൾ. അധികം ആരോടും മിണ്ടാറില്ല. നല്ല ഗോതമ്പ് മണിയുടെ നിറം, മെലിഞ്ഞ് കൊലുന്നനെയുള്ള ശരീരപ്രകൃതം, ചുരുളുമയുള്ള മുടി തോളറ്റം വരെ എത്തും. അത് പുഴുവിട്ട് മുറുക്കി പോണിട്ടയിൽ കെട്ടിവെക്കും. നല്ല അഴകും ഓമനത്വവുമുള്ള മുഖം. ആ മുഖത്ത് സദാ ദൈന്യഭാവമാണ്. വീടിന്റെ വരാന്ത പോലും ആ കുട്ടി കാണാറില്ല. രണ്ടാമത്തവൾ 13 വയസ്സുകാരി കാവ്യ 8ാം തരം പഠിക്കുന്നു. പഠിക്കാൻ അതീവ സമർത്ഥയാണ്. ലേശം വായാടിത്തമുള്ള സുന്ദരിയായ പെൺകുട്ടി. എന്തു ചോദിച്ചാലും എടുത്തടിച്ചതുപോലെ അവളുടെ നാവിൻ തുമ്പിൽ ഉത്തരമുണ്ട്. എപ്പോഴും സങ്കടമാണ്, എങ്കിലും പുറത്ത് പ്രകടിപ്പിക്കാറില്ല. ഭാവിയെക്കുറിച്ച് അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എന്ത് ത്യാഗം സഹിച്ചായാലും പഠിക്കണം, പഠിച്ചു മിടുക്കിയാവണം. അതവളുടെ പ്രതിജ്ഞയാണ്, ജീവിതവ്രതമാണ്. മാത്സിനും ഫിസിക്സിനുമെല്ലാം അവൾ ഫുൾ മാർക്ക് വാങ്ങും. ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും അവളാണ് ഫസ്റ്റ്. മഹാന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ജീവിതകഥകൾ വായിക്കുകയും അവരെപ്പോലെയാകാൻ നല്ല നല്ല പുസ്തകങ്ങൾ കിട്ടാവുന്നിടത്തു നിന്നെല്ലാം വാങ്ങി വായിക്കുകയുമാണ് അവളുടെ ഹോബി. കാവ്യ കഥയും കവിതകളും എഴുതും. നന്നായി ചിത്രം വരയ്ക്കും. പടം വരയ്ക്കാൻ ഒരു കടലാസ് കഷ്ണത്തിന് പോലും വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവളുടെ ദണ്ഡം വാക്കുകൾക്കതീതമാണ്. സ്കൂൾ തുറക്കുമ്പോൾ അടുത്തുള്ള പള്ളിയിൽ നിന്ന് കിട്ടുന്ന പഠന സാമഗ്രികളായ നോട്ട്ബുക്കുകൾ, പുസ്തകങ്ങൾ, കുട എന്നിവ കഴിഞ്ഞാൽ പിന്നെയുള്ളത് വാങ്ങിക്കുവാൻ ഒരു നിവൃത്തിയുമില്ല. വിദ്യാഭ്യാസ ചെലവ് നാൾക്കുനാൾ കൂടിക്കൂടി വരുന്നു. ദിവസേന എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടതുണ്ട്. ക്ലാസ്സിലെ മണ്ടിക്കുട്ടികളെ ഹോംവർക്ക് ചെയ്യാൻ അവൾ സഹായിക്കും. മാത്സും ഇംഗ്ലീഷ് ഗ്രാമറുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. ഇതിനൊക്കെ പകരമായി കുട്ടികൾ കാവ്യയ്ക്ക് പേപ്പറുകളും പഠന സാമഗ്രികളുമൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്നു. സ്കൂളിലെ മാത്സ് അധ്യാപികയായ ശോഭ ടീച്ചറിന്റെ ദയാവായ്പിൽ കിട്ടുന്ന അരവയറന്നം അതവൾക്ക് അമൃതാണ്. മൂന്നാമത്തവൾ 8 വയസ്സുകാരി നിത്യ. ആ കുസൃതിക്കുരുന്നിനെ കണ്ടാൽ ആർക്കും ഒന്ന് ലാളിക്കാൻ തോന്നും. ആ കുട്ടിയുടെ കണ്ണ് സദാ നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നും. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നന്നായി ചിത്രം വരയ്ക്കുകയും പാടുകയും ചെയ്യുന്ന ആ കുട്ടിക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട്. പഠിക്കാൻ അവളും ബഹുമിടുക്കിയാണ്. മൂത്ത ചേച്ചി വിദ്യയാണ് അവൾക്ക് അച്ഛനും അമ്മയും ഗുരുവും എല്ലാം. നിത്യമോൾ ദിവസവും പണത്തിന്റെ പലവിധ ആവശ്യങ്ങളുമായിട്ടാണ് വരുന്നത്. എങ്ങനെ എവിടെ നിന്നെടുത്ത് നടത്തിക്കൊടുക്കാനാണ്? ആ കുട്ടി പറയുന്നതിൽ പലതും നടത്തിക്കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖം വിദ്യയെ എപ്പോഴും അലട്ടുന്നു. ദയവില്ലാത്ത ഡിസിപ്ലിൻ മാത്രമറിയാവുന്ന ടീച്ചർമാർ നിത്യയെ ക്ലാസ്സിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തും. ചിലപ്പോൾ ക്ലാസ് റൂമിന് വെളിയിലിറക്കി നിർത്തും. ഇതൊക്കെ ആ കുരുന്നു മനസ്സിന്റെ നിത്യവുമുള്ള നൊമ്പരങ്ങളാണ്. അതിനാൽ ആ പിഞ്ചു കുഞ്ഞിന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കും. വിദ്യ വീട്ടുജോലികൾ ഒതുക്കി നിത്യമോളെ പഠിപ്പിക്കാനിരുന്നു. നിത്യ പറഞ്ഞു, വീച്ചി, സയൻസ് ടീച്ചർ സമീകൃതാഹാരത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു പാലൊരു സമീകൃതാഹാരമാണെന്ന്. അതെ, പാലൊരു സമീകൃതാഹാരമാണ്, വിദ്യ ഇടക്കു കയറി പറഞ്ഞു. വീച്ചി മിണ്ടാണ്ടിരിക്കെ, ഞാൻ മുഴുവൻ പറയട്ടെ? ആ, എളുപ്പം പറ, നമുക്ക് വേഗം പഠിച്ചു തീർക്കണം. വിളക്കിലെ മണ്ണെണ്ണ തീർന്നിരിക്കുക. ഇരുട്ടായാലും പിന്നെ പഠിക്കാൻ പറ്റില്ല. നേരത്തെ പഠിച്ചിട്ട് കിടന്നുറങ്ങാം, വിദ്യ തിരക്കുകൂട്ടി. എന്റെ ക്ലാസ്സിലെ ചിപ്പിയും ബബിതയും ഒക്കെ പറഞ്ഞു അവർ ദിവസവും 2 ഗ്ലാസ് പാല് കുടിക്കുമെന്ന്. രാവിലെയും കിടക്കാൻ നേരവും. പിന്നെ 4 മണിക്ക് സ്കൂൾ വിട്ടു ചെല്ലുമ്പോൾ പാലൊഴിച്ചുള്ള ചായയും കൊടുക്കുമത്രേ. അത് കേട്ടപ്പോൾ സ്നേഹ പറഞ്ഞു അവൾ 3 നേരം ബോൺവിറ്റയിട്ട പാല് കുടിക്കുമെന്ന്. എനിക്കെന്താ ആരും ഒരിക്കലും പാല് തരാത്തേ? വിദ്യയ്ക്ക് നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ പാവം നിത്യക്കുട്ടി, അതിന് പാൽ കുടിക്കാൻ കൊതിയായിരിക്കുന്നല്ലോ.
കാവ്യ നിത്യയെ ശാസിച്ചു. മിണ്ടാതിരിയടി, കരയാൻ മാത്രം അറിയാവുന്ന നമ്മുടെ ചേച്ചി എന്തിനാ കൂടുതൽ സങ്കടപ്പെടുത്തുന്നേ? ഇപ്പം കിട്ടുന്ന കഞ്ഞിവെള്ളം തന്നെ തുടർന്ന് കിട്ടാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കേ. നിത്യ വിദ്യേച്ചിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ചു. സോറി വീച്ചി. അത് കണ്ടപ്പോൾ വിദ്യയ്ക്കും കാവ്യയ്ക്കും കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. അവർ തീരുമാനിച്ചു, ഒരു നേരം കഞ്ഞി വെച്ചില്ലെങ്കിലും നമുക്ക് കുഞ്ഞിനൊരു കവർ പാൽ വാങ്ങി കാച്ചി കൊടുക്കണം. അവരുടെ അമ്മ രമ പത്തനംതിട്ടയിൽ ഹോം നഴ്സായി ജോലി ചെയ്യുന്നു. ജോലി നോക്കി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ സാധു കുടുംബം ഇരുട്ടിയും വെളുപ്പിച്ചുമൊക്കെ ദിവസങ്ങൾ ഉന്തി നീക്കുന്നത്. ഞായറാഴ്ച പള്ളിയിൽ നിന്ന് സൗജന്യമായി കിട്ടുന്ന 2 കിലോ അരി വാങ്ങും. അമ്മയ്ക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് എങ്ങും എത്തില്ല. അച്ഛൻ പുരയും പറമ്പും കാണിച്ച് സർക്കാരിൽ നിന്നെടുത്തിരിക്കുന്ന ലോണുകൾ അമ്മയ്ക്ക് ഭാരിച്ച ബാധ്യതയാണ്. മുതലും പലിശയുമായി വലിയൊരു തുക അടച്ചു തീർക്കാനുണ്ട്. അതടച്ചില്ലെങ്കിൽ കയറിക്കിടക്കാൻ ഇടമില്ലാതാകും. വൈകിട്ട് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നാഴൂരി അരി കഴുകി അടുപ്പത്തിട്ട് വേവിച്ച് എന്തെങ്കിലും കൂട്ടാനും ഉണ്ടാക്കി വിദ്യ കാത്തിരിക്കും. കുഞ്ഞുങ്ങൾ വന്നാലുടൻ കഞ്ഞിവെള്ളം പകർന്ന് ഉപ്പ് ചേർത്ത് കുടിക്കാൻ കൊടുക്കും. ഉപ്പിട്ട കഞ്ഞിവെള്ളം തുള്ളിയും കളയാതെ കുഞ്ഞുങ്ങൾ ആർത്തിയോടെ കുടിക്കുന്നത് വേദനയോടെ വിദ്യ നോക്കി നിൽക്കും. നിറഞ്ഞു വരുന്ന കണ്ണുകൾ കുഞ്ഞനുജത്തിമാർ കാണാതെ ഒപ്പിക്കളയും. പഠിത്തം കഴിഞ്ഞ് കിടക്കാൻ നേരം അവളും കുഞ്ഞനുജത്തിമാരും കഞ്ഞി കുടിക്കും. ബാക്കി വെക്കാൻ കഞ്ഞിയില്ലെങ്കിലും അല്പം കഞ്ഞി ബാക്കി വെക്കും. അല്ലെങ്കിൽ പിറ്റേന്ന് കുട്ടികളെ എങ്ങനെയാണ് സ്കൂളിൽ അയക്കുന്നത്? നിത്യമോൾക്ക് സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞി കിട്ടുന്നത് വലിയൊരാശ്വാസമാണ്. അവൾക്ക് കിട്ടുന്ന കഞ്ഞിയിൽ നിന്ന് ആരും കാണാതെ പാത്രത്തിൽ മിച്ചം വരുത്തി വിദ്യേച്ചിക്ക് കൊണ്ടുകൊടുക്കും. വറ്റൽമുളക് ചതച്ചിട്ട് ഉപ്പ് ചേർത്ത പയറുകറിയും കൂട്ടാനുണ്ടാവും. കഞ്ഞി വളിച്ചിരിക്കും. എങ്കിലും കുഞ്ഞനുജത്തിയോട് വാത്സല്യം പ്രകടിപ്പിക്കാനായി അവളത് വാങ്ങിക്കഴിക്കും. നന്നെ വിശപ്പുണ്ടെങ്കിലും വളിച്ച കഞ്ഞിയായതിനാൽ ഓക്കാനം വരും. വിദ്യ നിത്യമോളെ മാറോടൻ ചേർത്തുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞു. എൻ്റെ പൊന്നുമക്കളെ, നമ്മുടെ വിധി ഇങ്ങനെയായല്ലോ. ദൈവമേ, എന്തൊരനുഭവമായത്. പ്രിയപ്പെട്ടവരെ, ഈ നോവലിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം.